ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ നീതു. ഇത് കസ്റ്റമർ തന്ന പിക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണമെന്ന്. ഇങ്ങനെ നമ്മൾ ഫിനിഷ് ചെയ്തതിന് ശേഷം തലേദിവസം ഫിനിഷ് ചെയ്ത് വയ്ക്കും കേക്ക്. പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ എടുത്തത്. അതിനുശേഷം ഒരു ഹേർട്ട് ഷേപ്പിലുള്ള മോൾഡ് മുകളിൽ വെച്ചു കേക്കിൻ്റെ. അപ്പോൾ അത് ക്ലിയർ ആയിരുന്നില്ല, അതുകൊണ്ട് ഞാനൊരു കോലെടുത്ത് അതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഹേർട്ട് ഷേപ്പിൽ. അതിനുശേഷം ആ ലൈനിലൂടെയാണ് നമ്മൾ മുത്തുകൾ വെച്ച് കൊടുക്കുന്നത്. മുത്തുകൾ ഓരോന്നായിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. നല്ല ടൈം എടുക്കും, അതേ നല്ല ക്ഷമ വേണം നമുക്ക്. അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റിനുള്ളിൽ എടുക്കും നമ്മൾ. അങ്ങനെ ഓരോന്നും വെച്ച് വേണം. ആ ഒരു ഷേപ്പ് അത്രയേ കഴിയുമ്പോൾ പിന്നെ താഴേന്നാണ് ഞാൻ വെച്ച് കൊടുത്തത്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആയിട്ട് കിട്ടും എന്ന് തോന്നിയതുകൊണ്ടാണ് അങ്ങനെ വെച്ച് കൊടുത്തത്. അങ്ങനെ താഴേന്ന് വെച്ച് കൊടുത്തു, മുകളിൽ വരെ വെച്ച് കൊടുക്കണം. പിന്നെ എല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ അതിങ്ങോട്ട് പൊളിഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ തലേദിവസം കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് ഈ ഹേർട്ട് ഷേപ്പിലുള്ള ഫോണ്ടൻറ്റ്. അതിനുശേഷം ഞാനും അതും മുകളിൽ വെച്ചിരിക്കുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ ബീഡ്സ് ഒരെണ്ണം താഴെ ചാടിപ്പോയിരുന്നു, അത് കെയർഫുള്ളിയാണ് എടുത്തത്. പിന്നെ അതുപോലെ തന്നെ ഹേർട്ട് ഷേപ്പിലുള്ള ഫോണ്ടൻ വർക്ക്സും അവിടെ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം തലേദിവസം റെഡിയാക്കി നമ്മൾ അടച്ച് ബോക്സിനാക്കി വെച്ചതാണ് കേട്ടോ. പുറത്ത് വെച്ചാലും മതി, പക്ഷേ ഉറുമ്പൊക്കെ കയറുന്നതുകൊണ്ട് നമുക്കിത് ബോക്സിനകത്ത് ആക്കി വെക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതൊക്കെ ഞാൻ തലേദിവസം ഈ ബോർഡിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഇതുപോലെ തന്നെ അടച്ച് വെച്ചിരുന്നതാണ്. അതും ഓരോന്ന് എടുത്ത് നമ്മൾ അതിനുള്ളിൽ വെക്കണം. ഒട്ടിച്ചൊന്നും വെക്കണ്ട, ചുമ്മാ അങ്ങ് വെച്ചാൽ മതി. ഡ്രൈ ആയിരിക്കും. ഡ്രൈ ആയത് ഞാൻ എൻ്റെ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ഫോണ്ടൻ വർക്ക്സ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ടൈലോസ് പൗഡർ യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നതെന്നൊക്കെ ഉള്ളത്. പിന്നെ ഹാപ്പി ആനിവേഴ്സറി എന്നുള്ളത് നടുക്ക് ആദ്യം ഞാൻ വെച്ചു. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ലാസ്റ്റ് വെച്ച് കഴിയുമ്പം അതിൻ്റെ ആ ഒരു പോർഷൻ കറക്റ്റായിട്ട് കിട്ടില്ല എന്ന് എനിക്ക് തോന്നി. വീണ്ടും താഴെ നമ്മൾ കെയർഫുള്ളി തന്നെ വെക്കണം. പിന്നെ ഈ സൈഡിൽ കൂടെ വെക്കുന്ന ആ ഹേർട്ട് ഉണ്ടല്ലോ, സൈഡ് ഭാഗത്തൂടി, മുകളിലല്ല സൈഡിലിപ്പം ഞാൻ വെക്കുന്നത്, അത് വളരെ തിന്നായിരിക്കണം. അതായത് കട്ടി കുറഞ്ഞ് വേണം നമ്മൾ, മാക്സിമം കട്ടി കുറഞ്ഞ ഹേർട്ട് ഷേപ്പ് ആയിരിക്കണം. കട്ടി കൂടിയിട്ടുണ്ടെങ്കിൽ അത് ചാടി, അതായത് താഴത്തോട്ട് ചാടി ഊർന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ എന്ത് വർക്കാണെങ്കിലും നിങ്ങൾ സൈഡിൽ കൂടെ വെക്കുന്ന ഫോണ്ടൻ വർക്ക്സ് കനം കുറഞ്ഞ് കട്ട് ചെയ്യണം. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അങ്ങനെ എല്ലാ ഹേർട്ടും ഞാൻ വെക്കുന്നുണ്ട്, ഫുള്ള് ഞാൻ കവർ ചെയ്തു. അതിനുശേഷം നമ്മളിനി ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല. ഈ ഫോണ്ടൻ വർക്ക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കവറിലാക്കിയിട്ട് വേണം ഫ്രിഡ്ജിലോട്ട് വെക്കാൻ. അല്ലെങ്കിൽ അതിങ്ങനെ ഹാർഡായി പോകാനും, ഒത്തിരി ഹാർഡായി പോകാനും, മേ ബി അത് മെൽറ്റ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കവറിൽ വെക്കുന്നതായിരിക്കും നമുക്ക് സേഫ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഫോണ്ടൻ വർക്ക്സ് നിങ്ങൾ ഹോം ബേക്കേഴ്സ് ആണ്, കേക്ക് സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ ഫോണ്ടൻ വർക്ക്സ് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം. ട്രൈ ചെയ്താൽ മാത്രമാണ് നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡിമാൻഡുള്ളത് ഫോണ്ടൻ വർക്ക്സ് ആണ്. കാർട്ടൂൺ വർക്ക്സ് പോലെയുള്ള വർക്ക്സ് എല്ലാം ഒരുപാട് ഡിമാൻഡ് ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.